ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പകൽക്കാലം കൂടെ ദൈവം നമുക്കായി തന്നതിനോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, നമ്മെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ബി പാർട്ട് പ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ സന്നിധിയിൽ സിംഹാസനത്തിൽ നമ്മെയും ഇരുത്തേണ്ടതിന് കർത്താവ് വാസസ്ഥലങ്ങൾ ഒരുക്കുവാനായി പോയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കർത്താവിൻ്റെ ആത്മാവിനെ നമ്മളിൽ ഉള്ളിൽ ആക്കേണ്ടതിന് കർത്താവ് തൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകരേണ്ടതിന് കർത്താവ് പോയി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ഞാൻ ആക്കും എന്ന് പറഞ്ഞത് നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. ആ കർത്താവ് പോയി, ഹല്ലേലൂയ, നാം ഒറ്റയ്ക്ക് ഞാൻ അനാഥരായി വിടുകയില്ല എന്നരുളി ചെയ്ത കർത്താവ് നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവെന്ന വ്യക്തി നമ്മുടെ മേൽ കൂടെ ഇരിക്കേണ്ടതിന് കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. കർത്താവ് പിതാവായ ദൈവം 15-ാം അധ്യായത്തിൻ്റെ 16-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. പിതാവിൻ്റെ അടുക്കൽ പോയത് പിതാവിനോട് പറഞ്ഞു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അടുക്കൽ നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വചനം പറയുന്നു: പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തേണ്ടതിന് യേശു കർത്താവ് വീണ്ടും തൻ്റെ മഹത്വത്തിനായി നമ്മൾ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സ്ഥലം ഒരുക്കുവാനായിട്ട് കർത്താവ് പോയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ പകരേണ്ടതിന് കർത്താവ്, ഹല്ലേലൂയ, സ്വർഗത്തിലേക്ക് കടന്നുപോയി തന്നിൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നരുളി ചെയ്തു തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു കാത്തിരുന്നവരുടെ മേലൊക്കെയും കർത്താവ് ആ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. ഹല്ലേലൂയ. അന്ന് കർത്താവിൻ്റെ ആ മർത്യ ശരീരത്തിൽ വെളിപ്പെട്ട അതേ അഭിഷേകം, ആ ശക്തി, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നാമും മരണാനന്തരം കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തേണ്ടതിന്, കർത്താവിനോടൊപ്പം ആയിരിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ മേൽ പകർന്നു തന്ന അത്യന്ത ശക്തി എന്തിനാണെന്നറിയാമോ? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അത് ഈ അത്യന്ത ശക്തി ഇത് നമ്മുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഹല്ലേലൂയ. ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നു. അങ്ങനെയുള്ള മക്കൾക്ക് കർത്താവ് സകല വിധത്തിലും കഷ്ടം അവർ സഹിക്കുന്നു. അവർ ഇടുങ്ങിയിരിക്കുന്നില്ല. അവർ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിരാശപ്പെടുന്നില്ല. അവർ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്, നമ്മുടെ
നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി ദൈവരാജ്യത്തിൽ ഇരുത്തുവാൻ വേണ്ടി മാത്രമാണ്. ഇതിന്മേലൊക്കെയും ജയം പ്രാപിപ്പാൻ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. നമുക്കറിയാം, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇയ്യോബ് സഹിച്ച കഷ്ടതകളിൽ ഒന്നിലും ദൈവത്തിന് വിരോധമായി പരാതികളൊന്നും പറയാതെ ദൈവം ഇയ്യോബ് ആ നിഷ്കളങ്കവും നേരിലുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആകുന്നുവെന്ന് ദൈവവചനം പറയുന്നു. ആ വാഗ്ദത്തം ആ ഇയ്യോബ് സകല കഷ്ടതകൾ വന്നപ്പോഴും അതിനെ പ്രാപിച്ചെടുക്കുവാൻ, ആ വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം ഇയ്യോബിൻ്റെ മേൽ ഉണ്ടായിരുന്നു, ആ ശക്തി ഉണ്ടായിരുന്നു. അത് അപ്രകാരം തന്നെ സകലത്തിന്മേലും ജയം പ്രാപിപ്പാനും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ടിരുന്നു, വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഓരോന്നിനും ഞാൻ വിരോധമായിട്ട് ഒന്നും ചെയ്യുകയില്ല, എൻ്റെ കണ്ണിന് നിയമം ചെയ്തു, ഞാൻ ഒന്നും വേണ്ടാത്തത് നോക്കുകയില്ല. ഇങ്ങനെ ഓരോ കാര്യാദികൾ വിഷയങ്ങളിലും ശുദ്ധീകരണം പ്രാപിച്ച് ഇയ്യോബ് തൻ്റെ നൽകിയ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ജയം പ്രാപിച്ചു. എല്ലാം സഹിച്ചു, കഷ്ടതയെല്ലാം സഹിച്ച്, വേദനയെല്ലാം സഹിച്ചു. ഹല്ലേലൂയ. ആ ഇയ്യോബിനെ പോലെ ആ ശക്തി, ആ ഇയ്യോബിൻ്റെ മേൽ പകർന്ന അഭിഷേകം, ആ ശക്തി, ഹല്ലേലൂയ, ഇന്നും നമ്മുടെ മേലും കർത്താവ് കടന്നു പോകുന്ന ഓരോ മേഖലകളിലും ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലവും ദൈവം നമ്മുടെ മേൽ പകരുന്നു. ഹല്ലേലൂയ. അത് ഓരോ ദിവസവും ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ, നമ്മുടെ സ്വന്തമല്ലാത്ത ഞങ്ങളുടെ പ്രശംസ മുഴുവനും കർത്താവാകുന്നു നമ്മുടെ പ്രശംസ, കർത്താവിലാകുന്നു. ഹല്ലേലൂയ. ഋഖമന നമ്മുടെ മുഴുവനുമായും ദൈവം നമുക്കായി തന്നു. അതുപോലെ നാമം മുഴുവനുമായി നമ്മെ തന്നെ ദൈവകരങ്ങൾ കൊടുക്കുന്നു, സമർപ്പിക്കുന്നു. ഒരു സമർപ്പണ ബോധം നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയം അപ്രകാരം 32 ഇയ്യോബ് 32 അധ്യായത്തിൽ ഇയ്യോബ് സ്വയം അദ്ദേഹത്തിന് തന്നെ ഇയ്യോബിന് അതിൽ നിന്ന് ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇയ്യോബിൽ 32 അതിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബ് 32 അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ 1 അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സകലത്തിലും ജയം പ്രാപിച്ച തന്നെത്താൻ ദൈവഭക്തനെന്ന് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ 3 പുരുഷന്മാർ അവനെ വാദിക്കുന്നത് മതിയാക്കി. അത്രത്തോളം ഹല്ലേലൂയ പൂർണ്ണത പ്രാപിക്കുവാൻ തക്കവണ്ണം ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളവനായി മാറി. ദൈവത്തിന് വിരോധമായി ഒന്നിലും ആരോടും അപവാദം പറയാതെ നാവിനെ നിയന്ത്രിച്ച് മിണ്ടാതെ ഇരുന്ന് ഹല്ലേലൂയ, ഈ ദൈവം നല്ലവനെന്ന്, ദൈവം എല്ലാ മേഖലയിലും ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് ഇരുന്ന് സമർപ്പിച്ച് കൊടുത്തതുപോലെ അധികമായ നന്മ പ്രാപിപ്പാനും ദൈവം ഇടയാക്കി. ഈ ശക്തി നമ്മുടെ മേലും നാമം ഈ ശക്തിയെ പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രസാദമായത് ചെയ്ത് ഈ ലോകത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് നമ്മൾ ഓരോ വിഷയങ്ങളുടെ മേലും ജയം പ്രാപിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ എത്തുവോളവും കർത്താവിൻ്റെ ആ വാഗ്ദത്തം, ഞാനും നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുത്തുവാൻ തക്കവണ്ണം അത്രത്തോളമുള്ള ഒരു വിശ്വാസവും ഉറപ്പും ധൈര്യവും നമുക്കും അത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.